Hi, myself Anija Joelestra and Decathlon work ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയി. സൈക്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഡെയിലി മാനേജർ ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year. ഡിക്കാത്ലോൺ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിക്കാത്ലോൺ ഫ്രാൻസിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1976 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ കേരള നമുക്ക് ഇപ്പോ കറന്റ് 9 സ്റ്റോർസ് ഉണ്ട്. ആൻഡ് പുതിയ സ്റ്റോർ നമ്മൾ കണ്ണൂരിൽ ഓപ്പൺ ചെയ്യും. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം മൗണ്ടെയിൻ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രക്കിംഗ്, ഹൈക്കിംഗ് ആൻഡ് ഫിഷിംഗ് എല്ലാം അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും. ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ബോഡി ബിൽഡിംഗ് എക്സെട്ര അത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും. ആൻഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ സ്കേറ്റിംഗ് സ്പോർട്സ്, സെയിം പോലെ സ്കൂട്ടേഴ്സ്, സെയിം പോലെ സൈക്ലിംഗ്, അതൊക്കെ നമുക്ക് മൊബിലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് വെൽനസ് ആൻഡ് വർക്ക്ഷോപ്പ്. നമുക്ക് പിന്നെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വെൽനസ്, വർക്ക്ഷോപ്പ് ആൻഡ് CRM. വെൽനസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി റണ്ണിങ് ആൻഡ് വാക്കിംഗ് അതൊക്കെയാണ് വരുന്നത്. ആൻഡ് വർക്ക്ഷോപ്പ് മീൻസ് സർവീസ്, ഫുൾ സർവീസസ് ആണ്. ആഫ്റ്റർ സെയിൽസ് എന്നുള്ള എല്ലാ പൊസിഷനും വർക്ക്ഷോപ്പ് ആണ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് CRM എന്ന് പറയുമ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയും. കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇപ്പം ബില്ലിങ്സ് ആൻഡ് ദയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് CRM എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ്സ് ഓൾ. യെസ്, നമുക്ക് ഡിക്കാത്ലോണിൽ ഹൗസ് ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ സൈക്ലിങ്ങിനാവുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ, റോക്ക് റൈഡർ, വാൻ റൈസൽ ആൻഡ് സെയിം പോലെ ഇപ്പൊ ഫെഡറേറ്റഡിനാവുമ്പോൾ നമുക്ക് ഫുട്ബോളിൽ തന്നെ കിപ്സ്റ്റാർ, സെയിം പോലെ റാക്കറ്റ് സ്പോർട്സിൽ പെർഫ്ലൈ ആൻഡ് അതർ ബ്രാൻഡ്സ് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് അതർ ബ്രാൻഡ്സ് വരുന്നുണ്ട്. അത് ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ അസ് എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇന്ന സെക്ഷനിലത്തെ ആണ്. സോ നമുക്ക് ആ ഡിക്കാത്ലോണിലെ റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ സോ ദേ ക്യാൻ പിക്ക് ഈസിലി. അതിന് വേണ്ടിയിട്ടാണ്. പ്രൊമോഷൻസും പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോഷൻസ് ഡിപ്പെൻസാ സീസണൽ ആകുമ്പോൾ. ഇപ്പോൾ യൂഷ്വലി ഈ ഇയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ മന്തിലും എൻഡിലും നമ്മൾക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും. ഈ വീക്കെൻഡ് ഓഫേഴ്സ് കാര്യങ്ങൾ യൂഷ്വലി എല്ലാ റീറ്റെയിൽസും ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇതിലും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ഉണ്ടാവും, ഇപ്പോൾ വീക്കെൻഡ് സെയിൽ ഓഫേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല പല ഓഫേഴ്സും പ്രൊമോഷൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യണത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് നമ്മളുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസർ സ്ട്രാറ്റജി കുറച്ചും കൂടി നമ്മൾ ആക്റ്റീവായിട്ട് വെക്കുക. എല്ലാ റീറ്റെയിലായാലും ഇപ്പൊ നിങ്ങൾ സ്റ്റുഡിയോ, മാക്സ് അങ്ങനെ പോയാലും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർക്ക് അവർ ഓൺ പേജസും ഉണ്ട്, ഇൻസ്റ്റാ പേജസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രൊമോട്ട് ചെയ്യുക ഇൻഫ്ലുവൻസേഴ്സിന് വെച്ചാണ് നമ്മൾ ചെയ്യുന്ന പ്രൊമോഷൻസ്. പിന്നെ എല്ലാവരും ഉള്ളതാണ് ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ തന്നെ പേജസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പ്രൊഡക്റ്റ് വീഡിയോസ്, സ്റ്റാഫിന്റെ ആയാലും ബാക്കിയുള്ള പ്രൊഡക്റ്റ് വീഡിയോ, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും നമ്മൾ. ഇതാണ് പ്രൊമോഷൻസ് ചെയ്യുന്നത്. പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റീറ്റെയിലിന്റെ പ്രൈസിങ് സ്ട്രാറ്റജി സൈക്കോളജിക്കൽ പ്രൈസിങ് തന്നെയാണ്. അത് ഈ 999 പ്രൈസിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. 199, 299, 399. അത് കുറച്ചും കൂടി ക്യാച്ചിങ് ആണ് ആ പ്രൈസിങ് വരുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രൊമോഷൻസിൽ വരുന്നത്, വേറെ ഒന്നുമില്ല. കസ്റ്റമേഴ്സ് ആണ് കിങ്, നമ്മൾ എല്ലായിടത്തും പറയണ പോലെ. അപ്പൊ കസ്റ്റമേഴ്സിനെ നമ്മൾ ഭയങ്കര വാല്യൂബിൾ ഒരു അസറ്റായിട്ട് നമ്മൾ എപ്പോഴും റീറ്റെയിലിൽ കാണും. അപ്പൊ ഇവിടെ വരുന്ന ഇപ്പോ പല പല രീതിയിൽ വന്നിട്ടുണ്ട്. മുണ്ടെടുത്ത കസ്റ്റമർ, അല്ലെങ്കിൽ പാന്റ് ഇട്ട കസ്റ്റമർ, അല്ലെങ്കിൽ ടൈ ഇട്ട കസ്റ്റമർ. നമുക്ക് അങ്ങനെയില്ല, കസ്റ്റമർ എന്നുള്ളൂ. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് ആയാലും നമ്മൾ സ്മൈൽ ചെയ്തിട്ട് ഗ്രീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യാറ്. അപ്പൊ അവരെ കുറച്ചും കൂടി ഇപ്പൊ ഒരു സ്മൈല് നമ്മൾ ചേഞ്ച് ചെയ്യുമെന്ന് പറയില്ല, ഒരു ഡേ തന്നെ നമ്മൾ ചേഞ്ച് ആക്കും. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ മുഖത്തേക്ക് ചിരിക്കുമ്പോൾ ആൾക്ക് കുറച്ചും കൂടി ആള് ഹാപ്പി ആവും. പിന്നെ ആളുടെ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി കംഫർട്ട്. അപ്പൊ ആ കംഫർട്ട്നെസ്സും കാര്യങ്ങളും വെച്ചാണ് നമ്മളോട് കസ്റ്റമറിനെ ഡീൽ ചെയ്യുക. അത് സെയിം തന്നെ ആള് വരുമ്പോൾ ഗ്രീറ്റ് ചെയ്തിട്ട് ആൾക്ക് എന്താണ് വേണ്ടത്, ആൾക്ക് അത് കിട്ടിയോ, ലാസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യണ അവിടെ വരെ നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് ചോദിക്കും ഹാപ്പി ആണോ, ഹാപ്പി അല്ലെങ്കിൽ അതിന്റെ റീസൺ പറയണം. നെക്സ്റ്റ് ടൈം ആ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയും. ആ കസ്റ്റമർ റിട്ടേൺ ഇത് വരുമ്പോൾ ആ കസ്റ്റമർ ഇങ്ങോട്ട് വരാനുള്ള ഒരു റീസൺ മേ ബി അതായിരിക്കും. അതായത് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ എക്സ്പീരിയൻസ് ആൾക്ക് കിട്ടിയോണ്ടായിരിക്കും ആ കസ്റ്റമർ റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടാവുക. ലേഔട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഓരോ സീസണല്ല. ഇപ്പോ ഇനി വരാൻ പോകുന്ന ഒരു 3 months എന്ന് പറയുന്നത് വിന്ററിന്റെ സീസണാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ മാരത്തോൺ ഇങ്ങനത്തെ സീസണാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ടോട്ടൽ ലേഔട്ട് ഇവിടെ സെറ്റ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻട്രൻസിൽ തന്നെയാണ് വിന്റർ ആക്സസറീസും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഒരു കസ്റ്റമർ എങ്ങനെയാണ് ഒരു പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾ ഫസ്റ്റ് കാണുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഒരു വിന്ററിന് പറഞ്ഞ കസ്റ്റമറിന് ഫസ്റ്റ് അവരുടെ ഐസൈറ്റിൽ പോയ വിന്ററിന്റെ ആക്സസറീസ് കാര്യങ്ങൾ. അപ്പൊ അവിടെ വെച്ചാണ് മാനിക്യൂൻസ് കാര്യങ്ങളൊക്കെ വിന്ററിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ആംബിയൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ച് ഇതൊരു ഫെബ്രുവരി കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ
കൂടുതൽ ഫുട്ബോളിന്റെ ആ ഒരു സെക്ഷൻ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അത് വെക്കേഷൻ സീസൺ, ആ ഒരു സീസണെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ലേഔട്ടും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്കിപ്പോ ഒരു 30+ സ്റ്റാഫ് ഉണ്ട് ഇവിടെ. ഈ ഡിക്കാത്തലും തൃശ്ശൂരിൽ 30+ സ്റ്റാഫ് ഉണ്ട്. ഇതില് 5 ഡിപ്പാർട്ട്മെന്റേഴ്സ് ഉണ്ട്. ഇവരാണ് എൻഷുർ ചെയ്യേണ്ടത് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്റ്റോക്ക് കാര്യങ്ങൾ. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്റ്റോക്ക് ലീഡർ അല്ലെങ്കിൽ വേറെ അതിന്റെ അതോറിറ്റീസ് ഇല്ല. അപ്പൊ അവർക്ക് നമ്മൾ അതിനുള്ള ആക്സസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ഓർഡർ ചെയ്യാൻ കാര്യങ്ങൾ. അപ്പോൾ ഈവൻ ബാക്കിയുള്ള സ്കൂൾ ലീഡേഴ്സ് കാര്യങ്ങൾക്ക് അവർക്കും ചെറിയ ആക്സസ് ഉണ്ട് ഇതിന് അവരുടെ സ്കൂളിലേക്കുള്ള സ്റ്റോക്ക് ഓർഡർ ചെയ്യാനുണ്ട്. ഓവർ സ്റ്റോക്ക് അല്ല നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു ബൾക്കായിട്ട് സ്റ്റോക്ക് വലിക്കാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല. അത് ഓരോ സ്റ്റോറിനും ഒരു ലൈഫ് ടൈം ഉണ്ട് സ്റ്റോക്കിന്റെ. അതനുസരിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റോക്ക് നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ലോക്കൽ അവൈലബിലിറ്റി ലീഡർ ഉണ്ട് നമുക്ക് കേരളയ്ക്ക് തന്നെ. ആളാണ് എന്തെങ്കിലും എററോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആളായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആൾ അതിനുള്ള ബാക്കി സൊല്യൂഷൻ കാര്യങ്ങൾ നമുക്ക് തരും. ഇൻവെന്ററി മാനേജ്മെന്റ് അത് മന്ത്ലി നമ്മൾ ഇൻവെന്ററി ഫിസിക്കൽ ഇൻവെന്ററി പോലെ ചെയ്യും. സെമസ്റ്റർ ഇൻവെന്ററി ഉണ്ട് നമുക്ക് ഇയർലി ട്വൈസ് ഉണ്ടാവുക. അത് ഈ മന്ത് ഇനി നടക്കും നമുക്ക്. അത് നമ്മൾ ടോട്ടലി സ്റ്റോക്ക് കാര്യങ്ങൾ നമ്മളെല്ലാം ഗ്രീൻ പ്ലാൻ എന്ന് പറയും. നമ്മൾ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാ ജ്വല്ലറീസും ബാക്കി എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ അവര് ഡെയിലി ആയിരിക്കും നടക്കുന്നുണ്ടാവുക. നമുക്ക് ഡെയിലി ഇല്ല, മന്ത്ലി വൺസ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇയർലി ട്വൈസ് നമ്മൾ സ്റ്റോർ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടിയിട്ട് അത് ചെക്ക് ചെയ്യും. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ വരുന്നത് പ്യൂമാനേക്ക് അങ്ങനത്തെ ആയിരിക്കും. പക്ഷെ തൃശ്ശൂർ എടുക്കുമ്പോൾ നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്സ് ഇല്ല. മേ ബി നമുക്ക് പറയാം കോസ്മോസ്. അത് കോസ്മോസിൽ പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല അവർ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അവർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ എക്സ്പീരിയൻസ് കൊടുക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിന് അസിസ്റ്റൻസ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ എന്റെ കോസ്മോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് എടുക്കുമ്പോൾ നമുക്ക് സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പൊ അഡിഡാസ്, പ്യൂമ, നൈക്ക്. അതില് 6th അങ്ങോട്ട് ഡിക്കാത്തലും വരുന്നു. 5th 6th എനിക്കറിയില്ല. ലാസ്റ്റ് ഒരു കൂടുതൽ 5th ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ അതാണ് ഇന്ത്യയിലും ഇപ്പൊ തൃശ്ശൂരിലും അത് വരുന്നത്. ഡിക്കാത്തലോണ്ട് ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് സ്റ്റോഴ്സ് കൺട്രി വൈസ് അല്ലെങ്കിൽ ഈ കേരള വൈസ് അത് സ്പ്ലിറ്റ് ചെയ്തു പോകും. അപ്പോ കേരളയിൽ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഒരു സ്റ്റോറും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഇയർ എൻഡോട് കൂടി ഒരു സ്റ്റോർ നമ്മൾ ലോഞ്ച് ചെയ്യും. അത് കണ്ണൂരാണ്. നെക്സ്റ്റ് മന്ത് ആണ് അതിന്റെ പ്രൊജക്ടും കാര്യങ്ങളും ഓണാവുക. അപ്പൊ തൃശ്ശൂരിന്റെ ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല. നമ്മൾ ഇയർലി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ടാർഗറ്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഇയറിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് ഓൾറെഡി എല്ലാ സ്കൂൾ ലീഡേഴ്സിനും ഡിപ്പാർട്ട്മെന്റ്സിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് തൃശ്ശൂരിന്റെ പ്ലാൻസ് കാര്യങ്ങൾ നെക്സ്റ്റ് ഇയറിന്റെ.